Gusel also with me. No problem. I'm so scared. ഒരു ലേക്ക്, ഈ ഒരു അഡ്വഞ്ചർ റൈഡ്, ഇതൊക്കെ ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. വണ്ടിന്ന് ഇറങ്ങി കളിക്കുന്നത് തുർക്കിയിൽ ബുർസയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഗ്രീൻ വാലി ആൻഡ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുള്ളത്. ബുർസയിൽ തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനാണ്. ഇവിടെ വന്നപ്പോഴാണ് തണുപ്പ് ശരിക്കും അറിയുന്നത്. നല്ല തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ സ്നോ ഒക്കെ കണ്ടുവരുന്ന വഴിയിൽ നമ്മളിനിപ്പോൾ ഈ വണ്ടിയിൽ ഒരു കറക്കത്തിന് പോവുകയാണ്. ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ടോട്ടലി മഡി ആയിട്ടുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ നമുക്ക് ലഭിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയുടെ. Hey girls, are you ready? We're ready. Let's go. Yay. We are ready. Yes. Okay guys, rock on. Let's rock in. Bye bye. Wow. നമ്മൾ പുറപ്പെട്ടു. ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഓ, നമ്മള് ചെറിയൊരു അരുവിയൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ പോവാണ്. തണുപ്പിങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ സംഭവമായിരിക്കും തോന്നുന്നു കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ്. ഇതുപോലൊരു ജീപ്പ് റെന്റിന് എടുത്തിട്ട് ഫുൾ എല്ലാവർക്കും കൂടി പോകാൻ വേണ്ടിയിട്ട് 2500 ലിറയാണ് കേട്ടോ ഇവിടെ ചാർജ്. താരതമ്യേന കുറവാണ്. ഇവരുടെ ലിറയുടെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ലാഭകരമാണ് ഇവിടുത്തെ എല്ലാ റൈഡുകളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയതിനൊക്കെ 200 ലിറ 300 ലിറയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ കറൻസിയിൽ ഖത്തർ റിയാലിലൊക്കെ നോക്കുന്ന സമയത്ത് 50 റിയാലൊക്കെ വരുള്ളൂ. ഇനി റോഡിന്റെ സ്വഭാവം മാറി. നല്ല റോഡൊക്കെ മാറി. ഇനി മഡി റോഡായി. നല്ല സൺലൈറ്റ് ഉണ്ട് ഇവിടെ, അതൊരു ആശ്വാസമുണ്ട്. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ ഇങ്ങനെ മരവിക്കുന്ന തണുപ്പാണ്. അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ സ്നോ കണ്ടു തുടങ്ങി. ബുർസ സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 45 മിനിറ്റ് ദൂരേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പൊ തുർക്കിയിൽ വന്നു കഴിഞ്ഞാൽ ബുർസ ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതരം എക്സ്പീരിയൻസിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഇത് നോക്കിയേ, ചളിക്കോളായി. വെറുതെ അല്ല, ഞാൻ പറഞ്ഞില്ല, വണ്ടിയുടെ അവസ്ഥ കണ്ടപ്പോ നല്ലൊരു മടി റൈസാണ്. Oh my god. വണ്ടിന്ന് ഇറങ്ങി കളിക്കുന്നത് അതവിടെ സ്റ്റക്കായി. Come on, come on, come on, Mahesh. Come on, yes, 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 yes. Mummy, mummy, daddy. ഇത് നമ്മുടെ കാടിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. ആ വണ്ടി ഇങ്ങനെ ട്രാക്ടർ ഉഴുന്ന പോലെ ഉഴുന്നോണ്ടിരിക്കുക. ആ വണ്ടി വീണ്ടും കുടുങ്ങി. നോക്കിയേ പണി, പുള്ളി ചളി. അവിടെ ഹെൽപ്പ് ചെയ്യാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വൈറ്റ് ഷൂ ആണ്, അഴുകി വൃത്തിയായി കൊണ്ടുവന്ന് വെച്ചതാ. Our car is full of beautiful girls. Oh my god. We are going to stuck in this forest. Yeah. Take care. All the wolves will be happy. Take care of me. All the wolves will enjoy. ഒരു കണക്കിന് അവര് രക്ഷപ്പെട്ട്. You'll go inside. Okay? Good luck. Hey, look what happened. നമ്മൾ നേരത്തെ കണ്ട ആ ഹില്ലിന്റെ ഏതാണ്ട് പകുതി ഹൈറ്റിലെത്തി നമ്മൾ കേട്ടോ. ഇതിന്റെ ടോട്ടൽ ഉയരത്തിൽ പോവാന്നറിയില്ല. അവിടെയൊക്കെ ഒരു വീടൊക്കെ ഉണ്ട് ഈ സ്ഥലത്തും. ഈ സ്ഥലത്തും ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ അവിടെയൊക്കെ വീട് കണ്ടോ. ഓ, ഇവരുടെയൊക്കെ ആക്സസ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. കേട്ടോ ഇവിടെയൊക്കെ വലിയ ബംഗ്ലാവ് പോലത്തെ വീട് കണ്ടോ, വണ്ടിയൊക്കെ ഉണ്ട്. Okay, Maram, are you ready to jump the lake? No. I still have. Put your hand. Yeah, from here, Suraj. Yeah, we are going to jump the lake. ഈ ഒരു ലേക്കിന്റെ കരയിലേക്കാണ് ഇവര് നമ്മളെ റൈഡ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ലൊക്കേഷൻ. അഡ്വഞ്ചർ പാർക്ക് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് അഡ്രിനാലിൻ പാർക്കാണ് കേട്ടോ, അതാണ് ഇതിന്റെ പേര്. അപ്പൊ ബുർസയിൽ വന്നു കഴിഞ്ഞാൽ ഗ്രീൻ വാലി അഡ്രിനാലിൻ പാർക്ക് കൂടി വിസിറ്റ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഈ ഒരു ഹിൽ സ്റ്റേഷൻ, സ്നോ, ഒരു ലേക്ക്, ഈ ഒരു അഡ്വഞ്ചർ റൈഡ്, ഇതൊക്കെ ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. It's very nice, very beautiful. How's Yasir Wadi? It's amazing.
Amazing. Yes, very good adventure. You can enjoy a lot. ഈ ഗ്രീൻ വാലി എന്നുള്ളതിന് ഇവരുടെ ലാംഗ്വേജിൽ പറയുന്നതാണ് യശുർവാദി. അപ്പൊ യശുർവാദിയിൽ വരണം എന്ന് പറഞ്ഞാൽ മതി. അതാണ് ഈ സ്ഥലം. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗ്രേറ്റ് ട്രിപ്പ്. ഇറ്റ് വാസ് എക്സലന്റ് വൺ. ഈ പോകുന്ന വഴിയിലുള്ള ചെറിയൊരു ഹട്ട് പോലത്തെ സ്ഥലത്ത് ചെറിയൊരു ടീ സെറ്റ് ആക്കുന്നുണ്ട് അവര്. ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതൊക്കെ ഇവര് സെറ്റ് ആക്കുന്ന കേട്ടോ. ഈ ഒരു ചെറിയ ഹട്ടിന്റെ പേര് ഗൊസാഡെ സ്ട്രോബെറി ഗാർഡൻ എന്നാണ്. There are two. Thank you for this. ഇവിടെ ഒരു ടോപ്പ് കോമഡി. പുള്ളിക്കാരന്റെ വൈഫായിട്ട് അടിച്ചു പിരിഞ്ഞിട്ട് വന്നേക്കാണ്. എന്നിട്ട് ഞങ്ങളെ കൊണ്ടൊക്കെ വീഡിയോ. ടൂബ എന്നാണ് പുള്ളിയുടെ വൈഫിന്റെ പേര്. അപ്പൊ വൈഫിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി പറയാണ്, ടൂബ ഫാറൂഖ് ലവ് യു സോ മച്ച്. ടൂബ യു ആർ ബ്യൂട്ടിഫുൾ. ടൂബ what else? You are everything. You are everything. You are the most beautiful. So these are the dialogue we need to tell, and you need to record this and you need to show her, right? Okay. Yes. It's all done. 1, 2, 3. Just break ties. 1, 2, 3. Tuba. Farooq loves you so much. Tuba. Farooq misses you so much. Tuba, you are most important everything. More important than anything. Tuba, Farooq loves you so much. Tuba, Farooq misses you so much. Tuba, you are more important than everything. Tuba, you are the most beautiful. Tuba. Kaşekulaş. Thank you. That is in Turkish. Thank you so much. Kaşekulaş. Tuba ni superstar. Tuba. So it's an innovative idea. If your wife is having some issue with you, this is an option. He proved that. സോ ഭാര്യയായിട്ടൊക്കെ അടിച്ചു പിരിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഓപ്ഷനാണ്. കുറേ ആൾക്കാരെ കൊണ്ട് നിങ്ങൾ സൂപ്പറാണ്, നിങ്ങൾ വേറെ ലെവലാണ്, നിങ്ങൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയിപ്പിച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒന്ന് ഹാപ്പി ആക്കുക എന്നുള്ളതാണ് പുള്ളി തെളിയിച്ചത്. സോ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞാനും വിചാരിച്ചു ഇവരെന്തിനായിരുന്നു ആ സ്റ്റൂള് കൊണ്ടുവന്നതെന്ന്. അത് ഇതിന്റെ മുകളിൽ കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ചായ കുടിച്ചത് ആ ഒരു ഹട്ടിൽ നിന്നാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് സ്ഥലം വിടുകയാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക്. നൈസ് റൈഡായിരുന്നു. ഓൾമോസ്റ്റ് സന്ധ്യയായി തുടങ്ങി, നൈറ്റായി തുടങ്ങി. ദൂരെ കണ്ട മലയിലൊക്കെ മഞ്ഞ് വീണ് തുടങ്ങി. ഇവിടെയൊക്കെ സ്നോ നല്ല സ്ട്രോങ് ആയി തുടങ്ങി. നോക്കി അങ്ങ് ദൂരെ ഹില്ലൊക്കെ. സോ നമ്മള് മേലെ നിന്ന് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ വന്നിട്ടാണ്. ഇവിടെ കുറേ അഡ്വഞ്ചർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഗ്രീൻ വാലിയിൽ. ഇനിയിപ്പോൾ സിപ്പ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ വലിയ ഒരു ഊഞ്ഞാലില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടില്ലേ, അതുപോലെ സംഭവം ഉണ്ട്. അതിലൊക്കെ എൻ്റെ തീ മാറിയ അവസ്ഥയായിരുന്നു. അതൊക്കെ എൻ്റെ മുന്നിലുണ്ട്. ഇതൊരു ഹെവി ആയിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എന്നെ ഒരു ഇളക്കി വിട്ട ആ ഒരു മൊമെന്റ് ഞാൻ ഞെട്ടീന് ശരിക്കും. ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് സിപ്പ് ലൈൻ കണ്ടോ, അപ്പോൾ കണ്ടോ സിപ്പ് ലൈൻ 550 മീറ്റർ നീളമുള്ള സിപ്പ് ലൈനാണ് ഇവിടെ ഉള്ളത്. 3, 2, 1 go. അതൊരു ഭയങ്കര സംഭവം കേട്ടോ. പേടിച്ച് പണ്ടാരടങ്ങും ആ ഒരു മൊമെന്റില്. കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത അതേ കാര്യം ഇവിടെ കണ്ടപ്പോ വീണ്ടും ട്രൈ ചെയ്യാൻ പോവാണ്. Gazelle also with me. No problem. I'm so scared. God, please save me. सूरज अगर मुझे कुछ हुआ കഴിഞ്ഞ ना. എപ്പിസോഡിൽ നമ്മൾ ഫ്ലൈ ചെയ്തപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഡബിൾ പേടിയാണ്. കാരണം എന്താ നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയാം. ഇതിപ്പം ഇന്നലത്തെ പോലത്തെ സെറ്റപ്പ് അല്ല. Ya Allah. Ya Allah. If I leave this, what would happen? God.
Cool. Relax. Again. Relax. ഭാഗ്യ അറ്റാക്ക് വന്നില്ല. ഭയങ്കരമായിട്ട് പേടിച്ചു പോകും ഒരു മൊമെന്റില്. ഇതൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഇത് ആ ഒരു മൊമെന്റിൽ നന്നായിട്ട് പേടിക്കും, പക്ഷെ പിന്നെ ഭയങ്കര കണ്ണ് കണ്ടോ, കരഞ്ഞിട്ടല്ല പേടിച്ചിട്ടല്ല, ഇതെന്തോ ആയതാ. പേടിച്ചിട്ടല്ല, കാറ്റോണ്ടിട്ടാ. എന്താ മോനെ, ഇത് കഴിഞ്ഞ ദിവസത്തേക്കാളും ഡേഞ്ചറാ. ബുർസയിൽ വരുന്ന സമയത്ത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇത്. ഗ്രീൻ വാലിയിൽ പോയിട്ട് ആ മേലത്തെ ലേക്ക് ഒക്കെ കണ്ടിട്ട്. His name is Yahya Saleh. Yahya Saleh. He is going to open 2 restaurants in Lusail and Vendome. This is the name. This is the name, and we are here. We are just having some sweets. Welcome to Qatar. Thank you. Welcome to Turkey. സോ പുള്ളിയുടെ റെസ്റ്റോറൻറ്റ് ഖത്തറിൽ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു സ്വീറ്റ് ഒക്കെ ട്രൈ ചെയ്യാണ് പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ദിവസം അടിപൊളിയായിട്ട് കടന്നു പോവാണ്. ആളുടെ റെസ്റ്റോറൻറ്റ് വമ്പൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. നോക്കിയേ സൈസ് നോക്കിയേ, എമ്മാതിരി റെസ്റ്റോറൻറ്റാ. നമ്മുടെ ഖത്തറിലെ റെസ്റ്റോറൻറ്റ് അടാറ് തട്ടയുടെ 4 ഇരട്ടിയുണ്ട്. സോ ഇതൊക്കെയായിരുന്നു ഈ ഒരു ദിവസത്തെ കാഴ്ചകൾ, വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഉള്ള 2 ദിവസം നമ്മൾ മൗണ്ടൈൻ്റെ മേലെയാണ്. അപ്പോൾ ഐസൊക്കെ ആയിട്ടുള്ള കളിയാണ്. ഫുൾ മഞ്ഞും ഐസൊക്കെ ആയിട്ടുള്ള അടിപൊളി വിഷ്വൽസ് ഒക്കെ ആയിരിക്കും വരാതിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഇതുവരെ കണ്ടവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ്. ഇനിയുള്ള എപ്പിസോഡുകൾ കാണണം, ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for this great opportunity to taste your food. Inshallah, 6 minutes. Coming later. Yahya Saleh, Vendome Mall. Inshallah, only very nice Qatar. Okay, and I have 3 restaurants over there. Inshallah. In Qatar, I have 3 restaurants. Why, mashallah. Yeah. So I'm saying that this restaurant is triple times than that. My friend, only Turkish restaurant. Yeah. Thank you. ഓക്കെ, അപ്പോൾ സി യു, ബൈ ബൈ. അടുത്ത വിശേഷം നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഒരു ട്രിപ്പ് നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തുർക്കിഷ് എയർലൈൻസിന് സ്പെഷ്യൽ താങ്ക്സ്. നമ്മളെ റെക്കമെൻഡ് ചെയ്ത് വിട്ട മാപ്സ് ആൻഡ് ബോക്സിന് താങ്ക് യു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. ബൈ.